ഈ ഭീകരന്മാരെ കൊന്നപ്പോൾ ഭീകരന്മാരെ കൊന്നു, ഇന്ത്യ കൊന്നു, ഇന്ത്യ അവിടുത്തെ കുട്ടികളെ അങ്ങ് വധിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ പോലെ കുറെ രാജ്യദ്രോഹികൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ 26 പേരെ കൊന്നില്ല, നമ്മൾ അവിടുത്തെ ഒരുത്തന്റെ ജീവൻ എടുത്തത് അത് മനുഷ്യ കുറ്റപരമാണ്. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ട് ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്ത് ബലൂചിസ്ഥാനെ കൊണ്ട് അടുപ്പിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു? അണ്ണനായിരുന്നോ രഹസ്യമായിട്ട് കടത്തി കൊടുത്തോണ്ടിരുന്നത്? അതോ മോദി വിളിച്ച് പറഞ്ഞോ അഖിലേ മരരെ നമ്മൾ കുറച്ച് ആയുധം ബലൂചിസ്ഥാന് കൊടുക്കുന്നുണ്ട് കേട്ടോ, പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് മരർക്ക് വിരോധമുണ്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നോ? എന്താ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണാൻ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വരെ നോക്കണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള എത്ര എനിക്ക് നിങ്ങൾ സഹായം തീർച്ചയായിട്ടും വശമാണ്. കൂടുതലായിട്ട് നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാടുന്ന യുദ്ധത്തിന്റെ പടിവാതിൽക്ക് വരെ പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ പടിവാതിൽക്കിലേക്ക് പോയ സമയത്ത് നമ്മൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യസ്നേഹികളായ നമ്മൾ ഒന്നടങ്കം ഇന്ത്യ അനുകൂലിച്ചിട്ടുള്ള നിലപാടുകളാണ് എടുത്തത്. എന്നാൽ ചില മരവാഴകൾക്ക് മാത്രം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വാർത്താ ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റായിട്ടുള്ള ന്യൂസ് കിട്ടും. ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഈ 24 ന്യൂസോ ഏതെങ്കിലും ഒരു ചാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ന്യൂസ് കിട്ടും. പൊട്ടത്തരം റിപ്പോർട്ട് ചെയ്ത ചാനലുണ്ട്, അതിനെയല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയിലുള്ള ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, പ്രത്യേകിച്ചും ബിഗ് ബോസിലുള്ള കുറെ പൊട്ടന്മാർക്ക് പാകിസ്ഥാൻ പടച്ചുവിട്ട വാർത്തകളാണ് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റിയത്. അതാണ് ഇവരുടെ വേദവാക്യം. ആ വാർത്തകൾ മാത്രമേ ഇവർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള 2 പേരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് റിയാസ് സലീം, 2 അഖിൽ മാരാർ. ഈ അഖിൽ മാരാരെയൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിയാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. എന്തെങ്കിലും ആട്ടെ. എന്തായാലും ഈ റിയാസ് സലീം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചപ്പോഴത്തേനും ഐ ആം അഷേംഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടു. അർത്ഥം അറിയാലോ, ഞാൻ എൻ്റെ രാജ്യത്തിൽ അപമാനിക്കുന്നു, കാരണം നമ്മൾ അവിടെയുള്ള പാവപ്പെട്ട നിർദ്ധരരായിട്ടുള്ള ഭീകരന്മാരെ കൊന്നൊടുക്കി. അതാണ് പുള്ളിക്കാരന് നമ്മുടെ രാജ്യത്തിൽ അഷേംഡ് ആകാനുള്ള കാരണം. ഇതിനോടനുബന്ധിച്ച് ബിച്ചു സ്ട്രോക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടു. ഈ വീഡിയോ മില്യൺസ് വ്യൂ പോയപ്പോഴത്തേന് നമ്മുടെ റിയാസ് അണ്ണൻ ഇത് കയറി അങ്ങ് കൊണ്ട് റിയാസ് അണ്ണൻ എന്ത് ചെയ്തു? പുള്ളിക്കാരന് പ്രൈവറ്റ് ആയിട്ടൊരു മെസ്സേജ് അങ്ങോട്ട് അയച്ചു. മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ ഒരു തരം പ്രത്യേകതരം ഭീഷണി. ഈ ഭീഷണിക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്നെ ഇട്ടത് കൊണ്ട് നിനക്ക് 1 മില്യൺ അടിച്ചില്ലടാ, മില്യൺ എന്നെ വെച്ച് നീ ഉണ്ടാക്കിയില്ലടാ, നിന്നെ ഞാൻ സൈബർ കേസിൽ പെടുത്തൂടാ, മറ്റവനെ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അയച്ചു. പക്ഷെ പുള്ളിക്കാരൻ ഇംഗ്ലീഷിലാണ് അയച്ചത്. പുള്ളിക്കാരൻ അയക്കുന്നത് നിങ്ങൾക്കറിയാലോ, വാട്ട് നാൻസെൻസ് യു ആർ ടാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയുന്നത്. പുള്ളിക്കാരൻ മലയാളിയാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ പുള്ളിക്കാരൻ ഇംഗ്ലീഷ് അല്ലാതെ വേറൊന്നും വായിൽ നിന്നും തുപ്പാൻ അറിയില്ല. പുള്ളി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടു. ഇതിനോടനുബന്ധിച്ച് ഈ ബിച്ചു സ്ട്രോക്കിന്റെ ഒരു മറുപടി വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നമുക്ക് കിടക്കാം. അപ്പോൾ റിയാസ് അണ്ണൻ പറയുന്നത്, അണ്ണന്റെ പേര് ഉച്ചരിച്ചാൽ, അണ്ണന്റെ പടം വെച്ച് കഴിഞ്ഞാൽ ഉടനെ 1 മില്യൺ പോകുമെന്നാണ്. ഞാൻ അണ്ണന്റെ പടം തന്തി ഇവിടെ വെച്ചേക്കാം, 1 മില്യൺ പോകുമെന്ന് അറിയണമല്ലോ. നമ്മളൊന്നും പറയാനേ പാടില്ല, നമുക്കൊന്നും മില്യൺ അടിച്ചിട്ടേ ഇല്ല. ഞാൻ എന്തെങ്കിലും ആട്ടെ, അണ്ണനെ തൊട്ട 1 മില്യൺ ആണെന്നാണ് എൻ്റെ വിചാരം. അതായത് ബേസിക്കലി ഈ റിയാസ് സലീമിനെ പോലുള്ള ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ഭയങ്കര ബുദ്ധിയാണെന്ന് ചിന്തിക്കുന്ന ഇമാതിരി പൊട്ടന്മാർക്ക് ഒരു കേണക്യൂമാരെ കൊണ്ട് കൊള്ളൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഈ പുള്ളിക്കാരനെ തൊട്ട് കഴിഞ്ഞാൽ 1 മില്യൺ അടിക്കുമെങ്കിൽ നീ ഇടുന്ന വീഡിയോക്ക് എല്ലാം 1 മില്യൺ അടിക്കണ്ടേ? എല്ലാ വീഡിയോയും 1 മില്യൺ അടിച്ചിട്ടുണ്ടോ? ഈ മില്യൺ കഥയൊന്നും നമ്മൾ പറയാനേ പാടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ മില്യൺ ഒന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ്. അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ. മറ്റൊരുത്തിനെ കുറ്റം പറയുന്നതിന് നമുക്കെന്തിനാ മില്യൺ? ഇതാണ് ഒന്നാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവം, എനിക്കെതിരെ ഒരുത്തിനൊന്നും പറയാൻ പാടില്ല, ഞാൻ പ്രതികരിക്കും, ശക്തമായി ഞാൻ രംഗത്ത് നിനക്കെതിരെ ഞാൻ സൈബർ ഇടങ്ങളിൽ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് എന്ത് അപരാധം എൻ്റെ രാജ്യത്തെ പറ്റി പറയാമെന്ന് ചിന്തിക്കുന്നവനാണ് ഇവനല്ല. ഇവൻ കഴിഞ്ഞ ദിവസം ഈ നമ്മൾ പറഞ്ഞല്ലോ, യുദ്ധം നടന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ആക്രമണം നടന്ന സമയത്തേക്ക് അവിടുത്തെ തീവ്രവാദികളുടെ കുടുംബത്തിലെ ആൾക്കാരെ കൊന്നൊടുക്കുകയാണ് അണ്ണന് ഭയങ്കര വിഷമമായത് കേട്ടോ. അങ്ങ് സങ്കടമായിപ്പോയി അങ്ങ്. അതായത് പുള്ളിക്കാരൻ പറയുന്നത് 26 പേരെ അവരിവിടെ കയറി വന്നിട്ട് ആയുധമേന്താത്ത എന്താന്ന് കാര്യമൊന്നും കൂടി അറിയാത്ത ആൾക്കാരെ കൊന്നപ്പോൾ ഇവന് ഒരു പ്രശ്നവുമില്ല. അത് അന്നേരം അതൊരു ജീവനല്ല അവന്. ഇവിടുന്ന് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ നമ്മുടെ രാജ്യത്തെ പല ആളുകളെയും കൊല്ലാനുള്ള ട്രെയിനിങ് നടത്തുന്ന ട്രെയിനിങ് സെന്ററുകളും ഈ ഭീകരന്മാരെ കൊന്നപ്പോൾ ഭീകരന്മാരെ കൊന്നു, ഇന്ത്യ കൊന്നു, ഇന്ത്യ അവിടുത്തെ കുട്ടികളെ അങ്ങ് വധിച്ചെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ പോലെ കുറെ രാജ്യദ്രോഹികൾ രംഗത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഒരു മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് അവിടുത്തെ വലിയൊരു തീവ്രവാദി അയാളുടെ കുടുംബത്തിലുള്ള ആളുകളെ കൊന്നു, കുഞ്ഞിനെ ഉൾപ്പെടെ. അതാണ് ഇവന് കൊണ്ടത്.
ഒരു തീവ്രവാദിയുടെ മകൻ ഈ തീവ്രവാദി ചിന്തിക്കുകയാണ്, ഇത് എൻ്റെ മോനാണ്, ഇവൻ വളർന്ന് വലുതാകുമ്പോഴത്തേനും ഡോക്ടറാണ്, ഇവൻ ഡോക്ടറായിട്ട് ഇവൻ ഇന്ത്യയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് അവിടുത്തെ ജനങ്ങളെ എല്ലാം സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുവോ? ഇല്ല. അവിടുത്തെ ഒരു തീവ്രവാദി തലവന്റെ മകനെ അവനെക്കാട്ടിലും വലിയ തീവ്രവാദിനിയാക്കി ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാമെന്ന് അവനെ ചിന്തിക്കത്തുള്ളൂ. ഈ തീവ്രവാദിനി എന്നൊക്കെ പറയുന്ന ആക്ട് സൂട്ടബിലിറ്റി അടിക്കാതിരിക്കാനാണ് ഇനി എൻ്റെ അക്ഷരത്തെറ്റും പിടിച്ചോണ്ട് കുറെ പേര് വരല്ലേ. ഇനി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ പുള്ളിക്കാരൻ അതിനുശേഷം ഈ ബിച്ചുവിനോട് പോയി മെസ്സേജ് ഒക്കെ അയച്ചതിന് ശേഷം പുള്ളിക്കാരന് ഇൻഡാസ് കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരന് കിട്ടി ഇൻഡാസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇട്ട സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെച്ചിട്ട് സൈബർ സെല്ലിനും നാഷണൽ സെക്യൂരിറ്റിക്കൊക്കെ കംപ്ലൈന്റ് അയച്ച് പുള്ളിക്കാരൻ ഇൻഡാസ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ അധികം താമസിക്കാതെ രാജ്യദ്രോഹ കുറ്റത്തിന് അകത്ത് കിടക്കും എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തോ തലവഴി കാണിച്ചാലും ഞാൻ പിടിച്ച മൊയലിന് 3 അല്ലെങ്കിൽ 4 കൊമ്പ്, 3 അല്ലെങ്കിൽ 4 കൊമ്പ്, അത് കുറഞ്ഞൊരു സാധനമില്ല എന്ന് ചിന്തിക്കുന്ന ടീമാണ് ഇത്. എനിക്കൊരു തെറ്റ് പറ്റിയാലും എനിക്ക് പറ്റിയ തെറ്റല്ല, അതായത് 99 പേര് പറയുന്ന തെറ്റ്, ഞാൻ ഒരാൾ പറയുന്നത് ശരി, അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇവൻ പറയുന്ന തെറ്റാണെങ്കിലും ഇവനത് അംഗീകരിക്കത്തില്ല. ഇവൻ ഇട്ടൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം, ഇന്നലെ ഇട്ടൊരു പോസ്റ്റ്, ഓവർ ദ പാസ്റ്റ് ഡേ I have witnessed a wave of reaction of something I have shared. ഞാൻ ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങൾക്കെതിരെയുള്ള ഒരു തിരമാല റിയാക്ഷൻ ഞാൻ കണ്ടു. Some even calling me anti-national. That truly hurts. ചില ആളുകൾ എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. അത് ഭയങ്കര വേദന ഉണ്ടാക്കി. മുറിവേൽപ്പിച്ച് പാവം നമ്മുടെ പയ്യനെ മുറിവേൽപ്പിച്ചത്. മുറിയണം. നീ രാജ്യദ്രോഹപരമായിട്ടുള്ള പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിന്നെ രാജ്യദ്രോഹിയല്ല, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് നിനക്ക് തന്നെ ആചരിക്കാം. I spoke from the place of concern, not contempt. My words were about valuing human life. മനുഷ്യ ജീവിതം പോകുന്നതിലാണ് അവന് വിഷമം വന്നത് കേട്ടോ. അപ്പൊ അത് അവന്മാര് നമ്മുടെ ഇവിടുത്തെ 26 പേരെ കൊന്നില്ല, നമ്മൾ അവിടുത്തെ ഒരുത്തന്റെ ജീവൻ എടുത്തത് അത് മനുഷ്യ കുറ്റപരമാണ്. അതായത് അവരിവിടെ വന്ന് ആക്രമിച്ച് നമ്മൾ ചത്ത് കിടന്നോണം. നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല ആൾക്കാര്. ഹരിചന്ദ്രൻ, ഇന്ത്യ, questioning violence and holding to hope for more peaceful tomorrow. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ashamed of my country എന്ന് പറഞ്ഞു. നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാ. Never I love this country deeply and I would never stand against it. ഞാൻ എൻ്റെ രാജ്യത്തെ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി എപ്പോഴും നിലനിൽക്കും എന്നാണ് അണ്ണം പറയുന്നത്. പക്ഷേ രാജ്യം, നമ്മുടെ രാജ്യത്തിനുണ്ടായ ഒരു പ്രശ്നത്തിനെതിരെ നിന്നപ്പോഴത്തേനും ഐ ആം അഷേംഡ് ഓഫ് മൈ കൺട്രി എന്ന് പറയും. പക്ഷെ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു കേട്ടോ. പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ത്യയിൽ താമസിക്കുകയാണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ണുന്നു, ഇന്ത്യയിൽ കിടന്നുറങ്ങുന്നു, നമ്മൾ ഇന്ത്യൻ പൗരനാണ്. പക്ഷേ നമ്മൾ എല്ലാവരോടും പറയണം, ഇന്ത്യക്കാരനാട്ടോ, ഇന്ത്യ സ്നേഹിക്കുന്നേ, ഇന്ത്യക്കാരനാണ് ഞാൻ, ഇന്ത്യ സ്നേഹിക്കുന്നേ, ഇന്ത്യക്കാരനാണ്, ഇന്ത്യ സ്നേഹിക്കുന്നു ഞാൻ എന്ന് ഇന്ത്യയിലുള്ള ഓരോരുത്തരോടും പറഞ്ഞു നടക്കേണ്ട അവസ്ഥയാണ്. കാരണം പുള്ളിക്കാരനെ ഇന്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംസാരിക്കുന്ന, ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങൾ പടച്ചുവിടുന്ന ഒരാളായിട്ട് ആൾക്കാർ മുദ്രകുത്തി. ഇപ്പോൾ ഞാൻ രാജ്യസ്നേഹി എന്ന് പറയണം, ഇല്ല പിടിച്ച് ജയിലിലിട്ട് എന്ത് ചെയ്യും? രാജ്യസ്നേഹി, രാജ്യത്തെ ഭയങ്കര ഇഷ്ടമാണ്, വയലൻസിനെതിരെ ഞാൻ സംസാരിച്ചു, രാജ്യസ്നേഹിയാ ഞാൻ, ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ചൊക്കെ. നമ്മളെല്ലാം രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്, നമ്മളെല്ലാം ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവരാണ്. പക്ഷെ നമുക്കൊന്നും ഇമാതിരി ഒരു അവസ്ഥ വന്നിട്ടില്ല. ഇതൊക്കെയാണ് ഇട്ടത്. എന്നിട്ട് ലാസ്റ്റ് അണ്ണൻ എൻ്റെ വാക്കുകളെ ആൾക്കാർ ട്വിസ്റ്റ് ചെയ്തു, മിസ്റീഡ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഐ ആം അഷേംഡ് ഓഫ് മൈ കൺട്രി. അത് എങ്ങനെയൊക്കെ മിസ്റീഡ് ചെയ്താലും ഞാൻ എൻ്റെ രാജ്യത്തിൽ അപമാനം കൊള്ളുന്നു എന്ന് തന്നെയല്ലേ ഇദ്ദേഹം പടച്ചുവിട്ട സാധനം. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, എൻ്റെ രാജ്യം അങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു. അവിടെ ഇന്ത്യയിൽ മൊത്തം വരുന്ന വാർത്ത ഇന്ത്യ ടെററിസ്റ്റ് ക്യാമ്പ് അറ്റാക്ക് ചെയ്തെന്ന്. ഇവനൊക്കെ മാത്രം കിട്ടിയ വാർത്ത എന്തെന്ന് പറയോ? നമ്മൾ അവിടുത്തെ പാവപ്പെട്ട നിർദ്ധരായ ജനങ്ങളെ കൊന്നൊടുക്കുന്നുള്ളതാണ്. കാരണം നീയൊക്കെ ഒന്ന് ഇന്ത്യയിൽ നിന്നൊന്ന് പോയി തരാമോ, ഇന്ത്യയിൽ നിന്നൊന്ന് പോയി തരാമോ? എന്താ വേണ്ടേ? നിനക്ക് പാകിസ്ഥാനാണോ വേണ്ടേ? എങ്കണ്ണനക്ക് ഞാൻ തണ്ട പന്നെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവും, അവിടെ പോയി താമസിക്കും, നമുക്ക് ഒരു പ്രശ്നമില്ല, നമ്മുടെ രാജ്യത്തൊന്നും പോയി തന്നാൽ മതി. ഇത് രാജ്യവിരുദ്ധ കാര്യങ്ങൾ ചിന്തിക്കുന്ന സകല രാജ്യദ്രോഹികളോടുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇത് മാത്രമല്ല, ഈ പുള്ളിക്കാരൻ, അതായത് നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുമ്പോൾ ഈ പുള്ളിക്കാരൻ മാത്രം ഇങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനത്തെ കുറച്ച് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് എന്ത് സംഭവിച്ചാലും ഞാൻ അതിന് വിപരീതമായിട്ട് ജയിക്കാം. കുറച്ചും കൂടെ തിരിച്ചു നന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിഞ്ഞ ആളുകളാണ് ഇവരെല്ലാം. ഈ പുള്ളിക്കാരൻ, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അരിയാഹാരം തിന്നുന്നതിന് ഇത് മനസ്സിലാവും, ചോറല്ലേടെ തിന്നുന്നേ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ ഈ അണ്ണൻ, എനിക്ക് അങ്ങനെ സംശയം ഉണ്ടായിരുന്നു, ഈ അണ്ണൻ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോഷൻ്റെ അത് പറഞ്ഞൊരു കാര്യം എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾ കേൾക്ക്. Not a glow up, it's my scalp crying for help. Okay, I'm kidding. Anyway, most people boil rice to eat it. However, I am spraying it into my scalp because I'm built different. Meet the legend, Ray Natural.
അണ്ണൻ പറഞ്ഞ് നിങ്ങൾ കേട്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ പറഞ്ഞുതരാം. കാരണം അണ്ണൻ താമസിക്കുന്നത് കേരളത്തിലാണ്, പക്ഷെ അണ്ണൻ വീഡിയോ ചെയ്യുന്ന മൊത്തം ഏതോ അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതായത് മലയാളികൾക്ക് മനസ്സിലായില്ല, മലയാളികൾ ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് അണ്ണൻ ചെയ്യുന്ന സാധനം. ഇത് എന്താണ് അതിന്റെ ടെക്നിക്കൽ നമുക്ക് മനസ്സിലായില്ല. എന്തെടുത്താലും എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അണ്ണൻ പറഞ്ഞ സാധനം നമ്മളൊന്ന് പറയാം. ഇത് എന്റെ തെറ്റായിരിക്കും കേട്ടോ, നമുക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പ്രശ്നമായിരിക്കും. അണ്ണൻ വലിയ കൂടിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. അണ്ണൻ പറയുന്നത്, നമ്മളെല്ലാവരും ചോറ് ബോയിൽ ചെയ്യുന്നത്, ചോറ് തിളപ്പിക്കുന്നത് ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്കാൽപ്പിൽ, എൻ്റെ തലയിൽ പുസ്കു അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നതെന്നാണ് അണ്ണൻ പറയുന്നത്. ബിക്കോസ് ഞാൻ ഡിഫറൻ്റ് ആണ്. എനിക്ക് തോന്നിയായിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു, നീയൊക്കെ ചോറ് തിന്നുന്നവരാണോ അതോ വല്ലാണോ തിന്നുന്നത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാൻ പൊതുവെ ഒരുത്തനെയും ഇത്ര മോശമായിട്ട് സംസാരിക്കാറില്ല. പക്ഷെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്യുന്ന നിന്നെപ്പോലുള്ള മരവാഴകളെ അങ്ങനെ തന്നെ പറയണം. നീയൊന്നും ഒരു റെസ്പെക്റ്റും നീയൊന്നും അർഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, നമ്മുടെ പ്രിയങ്കരനായ അഖിൽ മാരാർ, നമ്മുടെ കൊല്ലത്തുള്ള അഖിൽ മാരാറിന് ഭയങ്കര ബുദ്ധിയാണ്, വിവരമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ നമ്മുടെ റിയാസ് എന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞ് കുറെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് ചിന്തിക്കുന്നവനാണ് ഈ പറയുന്ന റിയാസ് അലി. അഖിൽ മാരാറിലേക്ക് പറയുമ്പോഴത്തേനും സ്ഫുടമായിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിർത്താതെ ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അഖിൽ മാരാർ. ഈ അഖിൽ മാരാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയൊക്കെ വിമർശിക്കേണ്ടി വരുന്ന വിഷമമുണ്ട്. പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾപ്പിക്കാം. പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള തീവ്രവാദത്തെ നമുക്കൊന്ന് കേൾക്കാം. ഒരാഴ്ച കൊണ്ടോ 10 ദിവസം കൊണ്ടോ പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഇന്ത്യ കാണിച്ച മറ്റൊരു ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഇന്ത്യ ചതി കാണിച്ചു എന്നാണ് അണ്ണൻ പറയുന്നത്. അതായത് ബലൂചിസ്ഥാൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ പറയാം. പാകിസ്ഥാനെ വിഭജിക്കണം, ബലൂചിസ്ഥാനിന്റെ ഒരു ആർമി ഉണ്ട്, പാകിസ്ഥാനെ ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കി തരണം, ഞങ്ങൾക്ക് പാകിസ്ഥാനോട് നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാന്റെ ചിന്താഗതിയിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ടീമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞത്. അവിടുത്തെ പാവങ്ങളോട് ഇന്ത്യ ചെയ്ത കുറ്റം എന്തൊന്നും കേൾക്കണ്ടേ? കിട്ടും. ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ട് ഇന്ത്യ രഹസ്യമായി ആയുധങ്ങൾ കൊടുത്ത് ബലൂചിസ്ഥാനെ കൊണ്ട് അടുപ്പിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയായിരുന്നു? അണ്ണനായിരുന്നോ രഹസ്യമായിട്ട് കടത്തി കൊടുത്തോണ്ടിരുന്നത്? അതോ മോദി വിളിച്ച് പറഞ്ഞോ, അഖിലേ മരരെ നമ്മൾ കുറച്ച് ആയുധം ബലൂചിസ്ഥാന് കൊടുക്കുന്നുണ്ട് കേട്ടോ, പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് മരർക്ക് വിരോധമുണ്ടോ എന്ന് പറഞ്ഞ് കൊടുത്തിരുന്നോ? എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വന്നിരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പൊന്നഖിലെ, നിങ്ങളൊക്കെ കുറച്ച് ബോധം വിവരമുള്ള മനുഷ്യനല്ലേ. ഈ റിയാസ് അലിയും പിന്നെ പൊട്ടനാണെന്നെങ്കിലും പറയാം, നിങ്ങൾ അതേപോലെയാണോ? എന്തൊക്കെ മണ്ടത്തരമാണോ പറയുന്നത്? അതായത് രാജ്യത്തിന്റെ കൂടെ നിൽക്കേണ്ട സമയത്ത് രാജ്യത്തിനെതിരെ സംസാരിക്കുകയാണ്. ഇവനൊക്കെ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിട്ട് BJPക്കെതിരെ സംസാരിക്കണം. ഞാൻ BJPയുടെ ആശയങ്ങളിൽ താല്പര്യപ്പെടുന്ന ഒരാളല്ല, BJPയുടെ നേതാക്കന്മാര് താല്പര്യപ്പെടുന്ന ഒരാളല്ല. പക്ഷേ രാജ്യത്തിന്റെ ഒരു പ്രശ്നം വരുമ്പോഴത്തേനും നമ്മൾ ആ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം, രാജ്യത്തിന്റെ തീരുമാനത്തിന്റെ കൂടെ ഇരിക്കണം, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കൂടെ ഒന്ന് നിൽക്കണം. അല്ലാതെ ഇത് നമ്മളെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു അതിനെതിരെ മാക്സിമം വിമർശനങ്ങൾ നടത്തി ഭരണത്തിൽ നിന്ന് അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന രാജ്യദ്രോഹപരമായ കാര്യങ്ങളാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ, യാതൊരു ഉറപ്പുമില്ലാതെ. ബാക്കി പറ. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ തമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോട്. ഇന്ത്യൻ ഗവൺമെന്റ് കാണിച്ച പ്രശ്നം ഇന്ത്യൻ ജനങ്ങളോടല്ല, ബലൂചിസ്ഥാനോടാണ്. നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് നല്ലത് നമ്മൾ ചെയ്തത്, അത് അതിൽ സമ്മതിക്കുന്നുണ്ട്, അതിന് പ്രശ്നമില്ല. പക്ഷെ ബലൂചിസ്ഥാനിലെ ജനങ്ങളോട് ഇന്ത്യൻ ഗവൺമെന്റ് കാണിച്ചത് ക്രൂരകരമായിട്ടുള്ള സാധനം. അതിന് അഖിൽമാരാർക്ക് എന്താണ് പ്രശ്നം? ഇന്ത്യൻ ജനങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ബലൂചിസ്ഥാനിൽ അവർക്ക് ചെയ്തതിന് എന്താ പ്രശ്നം? പറയുന്നതിന് അഖിലിന് എന്തെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനമുണ്ട് ഈ സാധനങ്ങളൊക്കെ പറിച്ചു വരുന്നതിനകത്ത്? അതിന് വല്ല ബലൂചിസ്ഥാൻ പത്രവും കിട്ടിയോ? അതോ ഖുറേഷി അബ്രഹാം വിളിച്ചു പറഞ്ഞു? ചുമ്മാ അങ്ങ് ചാമ്പുവാണ് ഇത്. രാഷ്ട്രീയ മോദിജിയെ പറയണേ, നാലപരാധം പറയണം. പറ. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിൽ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് ദാണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഇത് അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞ്. അതായത് ബലൂചിസ്ഥാനോട് മോദി ഇങ്ങനെ കോൺകോളിൽ സംസാരിച്ചു. ബലൂചിസ്ഥാനിലെ നേതാവും മോദിയും അഖിൽമാരാരും ഉണ്ടായിരുന്നു. അപ്പൊ ആ കോളിനകത്ത് പറഞ്ഞു, നിങ്ങളൊരു എംബസി നമ്മൾ ഇവിടെ തുടങ്ങാം, നിങ്ങൾ കൊടിയും വെച്ചിട്ട് ആക്രമിച്ചേരെന്ന് പറഞ്ഞു. നമ്മളത് കേട്ട്, അഖിൽമാരാർ അത് കേട്ട്. അതുപോലെയാണ് അഖിൽമാരാർ പറയുന്നത്. അഖിൽമാരാരാണോ ഈ തൊപ്പി കൊണ്ട് കൊടുത്തത്? അല്ല, തൊപ്പിയല്ല, തോക്ക് കൊണ്ട് കൊടുത്തത്? അതോ അഖിൽമാരാരാണോ ഇതിന് നേതൃത്വം വഹിച്ചത്? ചുമ്മാ പറയണങ്ങ്. ഇതിപ്പോ കാണാൻ പറ്റത്തില്ല കേട്ടോ, ഇത് ലൈവിനകത്ത് പറഞ്ഞു, ഇതെല്ലാം മുക്കിയിട്ടുണ്ട്. ഒരാത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന്
ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്നും ഇനി എന്തിനാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തീരുമാനമായിട്ട് ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ അണ്ണ കൊണ്ട് കേസ് കൊടുക്കും. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രശ്നത്തിൽ രാജ്യത്തിന്റെ കൂടെ നിൽക്കുക, അല്ലാതെ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത രാജ്യദ്രോഹപരമായിട്ടുള്ള വാക്കുകൾ കടന്ന് വിളിച്ചു കൂവലല്ല ചെയ്യേണ്ടത്. നമുക്ക് രാജ്യം ചെയ്ത പ്രവർത്തികളിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാം. പക്ഷെ ഇങ്ങനൊരു അവസ്ഥയിൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ ഗവൺമെന്റിനെ എതിർത്ത് ഇതിന് രാഷ്ട്രീയപരമായി ഉപയോഗിച്ച് നമുക്ക് ഭരണത്തിൽ വരാം എന്ന് ചിന്തിക്കുകയല്ല വേണ്ടത്. ഇമ്മാതിരി പൊട്ടന്മാരെയൊക്കെ ആദ്യം ഇന്ത്യയിൽ നിന്ന് ഇറക്കി വിടണം എന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ഒരു ഇത് നിങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്താൻ പറ്റിയ കാണുന്നത്. ബൈ.